എല്ലാവർക്കും സഫാൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വിനാഗിരിയോ വെള്ളമോ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് മാങ്ങ വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ല നാടൻ മാങ്ങ കൊണ്ടൊക്കെയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി മാങ്ങ കഴുകി വൃത്തിയായി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ മാങ്ങ ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട്. ഈ മാങ്ങ കഷ്ണങ്ങൾ ഞാൻ ഇതുപോലെ നുറുക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ചേർക്കുന്നത് നല്ലത്. ഞാൻ പൊടിയുപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഇനി ഒരു ദിവസം ഇങ്ങനെ ഉപ്പിൽ ഇരിക്കണം. നല്ലൊരു മൂടി വെച്ച് അടച്ച് വെക്കണം. ഇതുപോലെ നല്ലൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഇത് ഒരു ദിവസം ഉപ്പിലിട്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട് മാങ്ങ കഷ്ണങ്ങൾ. ഇനി ഇതിൽ നിന്ന് മാങ്ങ കഷ്ണങ്ങൾ ഒന്ന് മാറ്റി വെക്കണം. ഇതിൽ വെള്ളം ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് കളയരുത് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ മാങ്ങ കഷ്ണങ്ങൾ ഞാൻ ഇതുപോലുള്ള ഒരു തട്ടിൻ്റെ പുറത്തേക്കാണ് ഇടുന്നത്. ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് ഉണങ്ങിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാങ്ങ കഷ്ണങ്ങൾ ഈ പാത്രത്തിലേക്ക് ഇടണം. നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഉണങ്ങിയാൽ മതിയാവും. ഇനി ഇത് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 2 സ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, ഉലുവാപ്പൊടി, കടുക് പൊടി, കറിക്കായപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാം. ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നല്ലെണ്ണ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറവാക്കി വെക്കണം. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നു. അതിന് പച്ചമണം പോകുകളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർക്കണം. ഇത് നന്നായി ഒന്ന് വഴറ്റിയതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉലുവാപ്പൊടി, കായപ്പൊടി, കടുക് പൊടിച്ചത് ഇവ ചേർത്ത് നന്നായി ഇളക്കുക. ഞാനിതിൽ അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ വെള്ളം ഇതിലോട്ട് ചേർക്കണം. നന്നായി ഒന്ന് ചൂടായതിന് ശേഷം മാത്രം മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ കത്തിക്കാത്തതിന് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യണം. ഉപ്പ് ഇതിൽ നേരത്തെ നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെക്കുമ്പോഴുള്ള ഉപ്പ് മതിയാവും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതിയാവും.
അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വിനാഗിരിയോ വെള്ളമോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.